നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദാബാദ് വിമാന ദുരന്തം കുറെ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്ധന മലിനീകരണ സാധ്യതയും ഇപ്പോൾ പരിശോധിക്കുകയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ ടെക്നിക്കൽ ലോഗ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പൈലറ്റുമാർക്ക് പിഴവ് സംഭവിച്ചതായുള്ള തെളിവുകൾ വിമാന ഭാഗങ്ങളുടെ പരിശോധനയിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുനി, ഫ്യൂൽ കണ്ടാമിനേഷൻ എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാധ്യത എന്തുകൊണ്ടാണ് പരിശോധിക്കുന്നത്? ഈ അപകടം നടന്ന ദിവസം താരതമ്യേന കുറേ അധികം സർവീസുകളുള്ള വലിയ വിമാനത്താവളമാണ് അഹമ്മദാബാദ്. അവിടെ മറ്റും വേറെ എത്രയോ നിരവധി സർവീസുകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷവും അപകടത്തിന് മുൻപും അപകടം കഴിഞ്ഞു. അപ്പോൾ മറ്റ് സർവീസുകൾക്ക് അല്ലെങ്കിൽ മറ്റ് എയർലൈൻസിനൊന്നും ഈ ഫ്യൂൽ കണ്ടാമിനേഷനുമായി ബന്ധപ്പെട്ട പരാതി ഇല്ലല്ലോ അർജുൻ? ഈ ഫ്യൂൽ കണ്ടാമിനേഷൻ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് സംഭവിച്ചതാണ് എന്നുള്ള കാര്യത്തിലേക്ക് നിഗമനത്തിലേക്ക് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എത്തുന്നില്ല. മറിച്ച് ഇതിനു മുൻപും, അതായത് ഈ വിമാനം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പല സർവീസുകളും പൂർത്തിയാക്കിയിട്ടാണ് അഹമ്മദാബാദിലേക്ക് എത്തുന്നത്. അതായത് പാരീസ് ഡൽഹി, പിന്നീട് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദ്. ഈ പാരീസ് ഡൽഹിക്ക് മുൻപ് തന്നെ വേറെയും സർവീസുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും ഇന്ധനം അടിച്ചതിൽ അല്ലെങ്കിൽ ഇന്ധനം നിറച്ചതിൽ ഈ തരത്തിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ അത് ഏറെ കൂടി പിന്നീട് ഈ ഫ്യൂവൽ ടാങ്കിലടക്കം ഈ തുരുമ്പ് വന്നത് അല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശങ്ങൾ ഉണ്ടായോ, അത് പിന്നീട് ഈ ഇന്ധനത്തിൻ്റെ മലിനീകരണത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിമാനത്തിൻ്റെ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ മുൻപ് വരെയുള്ള ടെക്നിക്കൽ ലോഗാണ് ഇപ്പോൾ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് ഈ ഇന്ധനം നിറച്ചതിൻ്റെ വിശദാംശങ്ങളും അതിൽ ഏതൊക്കെ അംശങ്ങൾ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഈ കണ്ടാമിനേഷൻ തോതുണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളമായിരുന്നു, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ പാരീസ് ഡൽഹി അഹമ്മദാബാദ് അതുപോലെ വിമാനം മുൻപ് നടത്തിയിട്ടുള്ള സർവീസുകളുടെയും വിശദ വിവരങ്ങൾ എടുത്ത് പഠിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും നിഗമനത്തിലേക്കും ഇപ്പോൾ ഈ AAIB എത്തിയിരിക്കുന്നത്. പക്ഷേ അതും ഇവർ ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ബോക്സിൻ്റെ വിവരം ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്.